I'm here inside my house now. The time is 3:30. This is my house near SNDP. Okay, 323. There is no need for me to go anywhere. Okay, you all know that there is no need for me to go anywhere. Okay. So I'm here. You all know these places. This is my house, and now with my mother actually. And one bastard is there. One bastard is always coming and commenting. I don't know what problem this bastard is having. I'm saying about that bastard won't be knowing so many things. He is a psychic person actually, narcissistic person. He will be coming and like commenting like anything. This bastard doesn't have any other work actually. Even I'm seeing so many people's reels. Even today I have seen a person who is speaking so rashly, this and that. Okay, it's his business, it's his channel. If we are interested to see, you see. Otherwise, you skip. Who is insisting? Someone is insisting or what to see these things actually. And I already said I have to make a record about all these things. I am having all the evidence. How these criminals used to create stories. I have all the evidence. This Subramanian's son at midnight, he used to go through this pathway and he used to make stories that he is coming to my house. And this bastard Subramanian used to ask, ഓൺലൈൻ ഇരിക്കുന്ന എന്തുവാടാ, ഓൺലൈൻ ഇരിക്കുന്ന ആരുമായിട്ടാടാ, എന്തുവാടാ ഓൺലൈൻ, നീ ഏത് പെണ്ണുങ്ങളുടെ വീട്ടിൻ്റെ വടക്കേത്താടാ പോയത്, നീ എവിടെ വടക്കേത്താടാ പോയത്, നീ ആറ് പെണ്ണുങ്ങളുടെ വീട്ടിൻ്റെ വടക്കേത്താടാ പോയത്, ഇങ്ങനെ അങ്ങ് ചോദിച്ചോണ്ടിരിക്കുക, നീ എവിടെ പോയതാടാ, നീ എവിടെ പോയിരിക്കുമായിരുന്നടാ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അങ്ങ് ഇവരെവിടെയോ പോകുന്നതെന്നൊക്കെ ഞങ്ങൾക്ക് കഥയുണ്ടാക്കാൻ, ഇങ്ങോട്ട് വരുന്നതെന്നായിരുന്നു കഥയുണ്ടാക്കുന്നത്, ഇവനങ്ങ് കഥയുണ്ടാക്കാനായിട്ട് അങ്ങ് നടക്കുകയായിരുന്നു. അങ്ങനെ കഥയുണ്ടാക്കിയാണ് 2020 കുറേ കഥകളൊക്കെ ഉണ്ടതെല്ലാം ഞാൻ എഴുതിയിട്ടുണ്ട് എല്ലാ കഥകളും. ഇവൻ്റെ കഥകളൊക്കെ നമ്മൾ എഴുതിയിട്ടുണ്ടെല്ലാം. ഇന്നിപ്പം അവൻ്റെ കഥ എഴുതുകയായിരുന്നു നമ്മൾ, ഉണ്ടാക്കിയ കഥകളൊക്കെ ഇവൻ്റെ കള്ളക്കഥകളെല്ലാം എഴുതിയിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ പാസ്പോർട്ട് പിന്നെ വന്നതും ഇങ്ങനെ പല ആദ്യമേ പ്രമാണം വെച്ചെന്നായി, പിന്നെ പാസ്പോർട്ട് വെച്ച് 10,000 പിന്നെ അതും ഞങ്ങൾ റെഡിയാക്കി കഴിഞ്ഞപ്പോൾ അവൻ്റെ മോതിരം അടിച്ചു മാറ്റിയെന്നായി അജേഷ്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ള പല കള്ളക്കഥകളും എല്ലാം ഇവിടെ എൻ്റെ കയ്യിലുണ്ട്. ഇവൻ്റെ കള്ളക്കഥകൾ, സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന തേർഡ് റേറ്റ് ബാസ്റ്റേഡിൻ്റെ കള്ളക്കഥകൾ ഇവിടെ കൂടി ഇങ്ങനെ പോകുന്നുണ്ട്. ഇങ്ങോട്ട് വരുവാന്ന് പറഞ്ഞുകൊണ്ട് കുറേ കഥകളുണ്ടാക്കുന്ന കള്ളക്കഥകൾ. ആദ്യമേ വസ്തു എഴുതി വെച്ചിരിക്കുന്നത് കാണണമെന്ന് പറഞ്ഞു കുറേ കള്ളക്കഥയുണ്ടാക്കി. അത് പൊട്ടി പാളീസായപ്പം പിന്നെ അജേഷിനെ വിട്ട് എൻ്റെ പാസ്പോർട്ട് എടുത്ത് അതും പൊട്ടിച്ച് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് എടുത്ത് ഞങ്ങളുടെ പാസ്പോർട്ട് കിട്ടിയപ്പം പിന്നെ അവൻ്റെ മോൻ സുബ്രഹ്മണ്യൻ്റെ മോൻ്റെ മോതിരം എടുത്തെന്നായി കഥ. അങ്ങനെ പല കഥകളും ഇവൻ ഉണ്ടാക്കി ഇങ്ങനെ അങ്ങ് നടക്കുക. ഇവന് വേറെ പണിയൊന്നുമില്ല. ഇവനിങ്ങനെ കഥയുണ്ടാക്കി ഇങ്ങനെ അങ്ങ് നടക്കുക. ഇവനിങ്ങനെ നടക്കുക. ഓസിന് കിട്ടിയ വഴിയെ മര്യാദയ്ക്ക് പോയാൽ മതി ഇവൻ. അല്ലാതെ ഓസിന് കിട്ടിയത് അല്ലാതെ വസ്തു എൻ്റെതാ, വസ്തു എൻ്റെ ഒന്നും അല്ല വസ്തു. ഇങ്ങനെ കഥകളുണ്ടാക്കി ഇങ്ങനെ അങ്ങ് നടക്കുക. കഥകൾ ചീത്ത വിളിച്ചുകൊണ്ട് പോകുന്നു. ഇങ്ങനത്തെ കഥകളൊക്കെ ഒത്തിരി ഉണ്ടാക്കിയത് ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇവൻ്റെ കഥകൾ കുറേ കേട്ടില്ലേ. ഇങ്ങനെ കഥയുണ്ടാക്കി ഇങ്ങനെ നടക്കുക ഇവൻ്റെ ജോലി. ഇവൻ കഥയുണ്ടാക്കിയതെല്ലാം നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട്. ഇവൻ്റെ കള്ളക്കഥകളെല്ലാം ഇങ്ങനെ കുറേ കള്ളക്കഥയുണ്ടാക്കി നടക്കുക ഇവൻ. ഇങ്ങനെ കള്ളക്കഥയുണ്ടാക്കി നടപ്പാ ഇവൻ്റെ ജോലി. അപ്പം ശിവൻ എന്ന് പറയുന്നവൻ ഇങ്ങനെ വന്ന് വിളിച്ചുകൊണ്ട് പോകുന്നത് കേട്ടവൻ. അപ്പോൾ ഇങ്ങനെ കുറേ കള്ളക്കഥകളുമായിട്ട് ഇങ്ങനെ അങ്ങ് നടപ്പാണ് ഇവൻ്റെ ജോലി. അപ്പോൾ ഇപ്പോഴാണ് ഇങ്ങനെ നടക്കും ഇവൻ കഥകളും ഉണ്ടാക്കി. അപ്പോൾ ഇവൻ്റെ കഥകളൊക്കെ നമ്മൾ ശരിക്കും നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവൻ്റെ കഥകളൊക്കെ മനസ്സിലായില്ലയോ. അപ്പം പോലീസ് സ്റ്റേഷനിൽ അത് കൊടുത്തതിൻ്റെ എല്ലാം ഉണ്ട്. നമ്മുടെ പാസ്പോർട്ട് കിട്ടിയതും എല്ലാം തെളിവുണ്ട് നമ്മുടെ കയ്യിൽ. സോക്കേടൊക്കെ നമ്മൾ തീർത്ത് കൊടുക്കുന്നുണ്ട് അവന്. ഇവൻ്റെ കഥകളുണ്ടാക്കൽ, ഇതുപോലത്തെ കള്ളക്കഥകളുണ്ടാക്കൽ ഇവനങ്ങ് നടക്കുക കള്ളക്കഥകളുമായിട്ട്. ഞങ്ങൾ പെണ്ണുങ്ങളെക്കുറിച്ച്, കണ്ട വീട്ടിലെ പെണ്ണുങ്ങളെക്കുറിച്ച് അവന് കഥയുണ്ടാക്കണം. നീ ആരാടാ ഞങ്ങളെക്കുറിച്ച് കഥയുണ്ടാക്കാൻ? സഹദേവമന്ത്രത്തിൽ കയറി കഥയുണ്ടാക്കാൻ ഇവനൊക്കെ ആരാ? ഇവൻ്റെ വീട്ടിലെ പെണ്ണുങ്ങളെക്കുറിച്ച് കഥയുണ്ടാക്കിയാൽ മതി. അല്ല ഇവിടെ കയറി കഥയൊന്നും അവനും ഉണ്ടാക്കണ്ട. അപ്പം ഇതാണ് കഥകൾ. ഇപ്പം ഞാൻ എൻ്റെ അമ്മയുടെ കൂടെയാണ് ഇവിടെ കിടക്കുന്നത്. ഇപ്പം സമയം 3:42 കേട്ടില്ലേ. അപ്പം ഇവനിങ്ങനെ അങ്ങ് നടക്കുകയാണ്. അമ്മേ, അവനിങ്ങനെ പോകുമ്പോൾ ചീത്ത വിളിച്ച് പോകുന്നു ഇതുവഴി. അവന് ഭയങ്കര രോഗം. ഞാൻ പറഞ്ഞ ഇവൻ അജേഷ് എൻ്റെ പാസ്പോർട്ട് ഇവിടെ കയറി എടുത്തോണ്ട് പോയില്ലായിരുന്നോ? എന്നിട്ട് കഥയുണ്ടാക്കിയത്?
10,000 രൂപ കൊടുക്കണമെന്ന് പറഞ്ഞില്ലയോ? അതെന്തോന്നറിയോ ഇവന്മാരുടെ കഥ? ആദ്യം വസ്തു എഴുതി വെച്ചിരിക്കുന്ന കാണണമെന്ന് പറഞ്ഞുകൊണ്ട് കഥ ഉണ്ടാക്കിയില്ലേ? അത് നടന്നില്ലല്ലോ, പ്രമാണം കിട്ടിയില്ലല്ലോ. അപ്പം പിന്നെ ഇവന്മാർ കഥ ഉണ്ടാക്കി ഞാൻ പാസ്പോർട്ട് വെച്ച് 10,000 രൂപ. അപ്പം അതും നമ്മൾ പൊട്ടിച്ചല്ലോ, പോലീസ് സ്റ്റേഷനിൽ നമ്മൾ കൊടുത്ത് നമ്മുടെ പാസ്പോർട്ട് കിട്ടിയില്ലയോ? തന്നല്ലോ. അത് കഴിഞ്ഞപ്പോഴാണ് ഇവന്റെ കഥ ഉണ്ടാക്കിയത്. ഇവന്റെ മോന്റെ മോതിരം എടുത്തുകൊണ്ട് പോയത് അജീഷ്. ഇതെല്ലാം കള്ളത്തരവാ. ഇതെല്ലാം ഇവന്മാരുടെ സെറ്റപ്പ് കഥകളാണ്. നമ്മുടെ പാസ്പോർട്ട് എടുത്തോണ്ട് പോയി ഇവിടെ വന്ന് എടുത്തോണ്ട് പോയേച്ച് നമുക്ക് 10,000 രൂപ ഇതാക്കി തരണമെന്ന് പറഞ്ഞില്ലയോ? അപ്പൊ ഇവന്റെ കഥകളാണ് ഇതെല്ലാം, മനസ്സിലായില്ലയോ? അജയ് ഇതെല്ലാം അങ്ങനെ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ പ്രമാണം വെച്ച് കാശ് എടുത്തെന്ന് പറഞ്ഞുകൊണ്ട് കള്ളക്കഥ ഉണ്ടാക്കി. അത് ഇവിടെ കയറിയപ്പം പ്രമാണം കിട്ടിയില്ല, അപ്പോഴത്തേനും പിന്നെ വേറെ കഥയാക്കി. എന്തുവാ എൻ്റെ പാസ്പോർട്ട് എടുത്തോണ്ട് പോയി ഞാൻ 10,000 രൂപ ഇവിടെ കയറി വന്ന് എൻ്റെ പാസ്പോർട്ട് എടുത്തേച്ച് ഞാൻ 10,000 രൂപ എടുത്തെന്നായി പാസ്പോർട്ട് വെച്ച്. അത് കഴിഞ്ഞ് അതും നമ്മൾ പോലീസിൽ പരാതി കൊടുത്ത് നമ്മുടെ പാസ്പോർട്ട് കിട്ടിയപ്പോൾ പിന്നെയും കഥ മാറ്റി എന്തുവാ അവൻ്റെ മോതിരം എടുത്തോണ്ട് പോയെന്നായി. ഇവനുമായിട്ട് നമുക്കെന്തോ അവൻ്റെ മോതിരം എടുത്തോണ്ട് പോയാൽ നമ്മുടെ വല്ലവരും ഇവൻ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന ഇവനുമായിട്ട് ഇവിടെ ഉള്ളവർക്ക് വല്ലതും ബന്ധമുണ്ട് ഈ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നവനുമായിട്ട്? ഇതെല്ലാം കള്ളക്കഥകളാണ്. ഇവന്റെ മോതിരം കട്ടോണ്ട് പോയെന്ന് പറയുന്നത് എല്ലാം കള്ളമാണ്. ഇതെല്ലാം ഇവന്മാർ ഈ അജേഷുമായിട്ട് കൂടി. അതുപോലെ അജേഷ് എന്ന് പറയുന്നത് പ്രീതയുടെ ഫോണിൽ വിളിച്ച് പറഞ്ഞില്ലായിരുന്നു എന്തുവാ ഞാൻ എല്ലാം വിൽക്കാൻ തുടങ്ങുന്നെന്ന്? അമ്മയോട് വിളിച്ച് പറഞ്ഞില്ലായിരുന്നു? ഓർമ്മയില്ലയോ അത്? എന്നും പറഞ്ഞോണ്ട് എന്തുവാ അമ്മ എന്നോട് പറഞ്ഞായിരുന്നല്ലോ അങ്ങനെ അജേഷ് ഒരു ദിവസം വിളിച്ചെന്ന്. ഞങ്ങൾ ചാടിച്ചെന്നവനെ. എന്നിട്ട് ഇങ്ങനെ കുറെ കഥകളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി നടക്കുകയായിരുന്നു. എന്താ കള്ളക്കഥകൾ ഉണ്ടാക്കിയിട്ടൊന്നും നടന്നില്ല. ഇനി ഇങ്ങനെ നടക്കുക ഇപ്പം വേറെ കഥകളുമായിട്ട്. ഇവന്റെ വീട്ടിൽ ഇവന്റെ എന്തോ വഴി ഇവന്റെ സ്വന്തം വഴിയാണോ? കണ്ടവരെ നമ്മളും എല്ലാം ഫ്രീ കൊടുത്ത വഴിയെ മര്യാദയ്ക്ക് പോയാൽ മതി. നമ്മുടെ വഴിയെ പോകുന്നെങ്കിൽ മര്യാദയ്ക്ക് പോയാൽ മതി. അവൻ ചീത്ത വിളിക്കുന്നു ഇപ്പം അങ്ങോട്ട് പോകുന്നുണ്ട്. ഇവന് രോഗം. നമ്മുടെ കാര്യം പറയുമ്പോൾ ഇവന് രോഗം. ഇവനങ്ങ് അവന് പിരിപ്പ്. അവനങ്ങ് രോഗം. അവന് കള്ളക്കഥകൾ, ഇതുപോലെ കള്ളക്കഥകൾ ഉണ്ടാക്കുക. അപ്പം നമ്മളിതെല്ലാം എഴുതിയിട്ടുണ്ട് ഇവൻ്റെ കള്ളക്കഥകളൊക്കെ. പോലീസ് സ്റ്റേഷനിലും ഉണ്ട്. നമ്മുടെ പാസ്പോർട്ടൊക്കെ വെച്ച് അടിച്ചു മാറ്റിക്കൊണ്ട് പോയി കഥയുണ്ടാക്കാൻ നോക്കിയതെല്ലാം. ആദ്യമേ 10 എഴുതി വെച്ചെന്നായി അത് ഗോപി വരച്ച്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ പാസ്പോർട്ട് എഴുതുന്നതായി അതും ഗോപി വരച്ചപ്പോൾ പിന്നെ അവൻ്റെ മോൻ്റെ മോതിരം എടുത്തുകൊണ്ട് പോയെന്നായി. ഇങ്ങനെ കള്ളക്കഥകളാണ് ഇവന്മാരുണ്ടാക്കുന്നത്. ഇങ്ങനെ കുറേ കള്ളക്കഥകളുമായിട്ട് ദിവസവും കള്ളക്കഥകളുമായിട്ട് ഇങ്ങനെ നടക്കുക കുറേ അവളുമാരും അമ്മമാരും. ഇവിടെ ഒലകെട്ടിയിലുള്ള കുറേ അവളുമാരും അമ്മമാരും ഇങ്ങനെ നടക്കുക. എൻ്റെ വസ്തുവും വകയും എന്തോ മോട്ടിക്കണം, ഇങ്ങനെയൊക്കെ കുറേ കഥകളൊക്കെ ഉണ്ടാക്കണം, കള്ളക്കഥകളൊക്കെ ഉണ്ടാക്കണം എന്നെക്കുറിച്ച്. ഒന്ന് നട്ടാക്കിളിക്കാത്ത കഥകൾ. ഇതൊന്നും ആരും നടക്കുക ഇങ്ങനെ. ഞങ്ങളുടെ വീട്ടിലിരിക്കുന്നത്. ഇവൻ വഴിയെ നടന്നു പോകുന്നെങ്കിൽ ഓസിന് കിട്ടിയ വഴിയെ മര്യാദയ്ക്ക് നടന്നു പോകണം. ഞങ്ങളും വഴിയെ പോകുന്നുണ്ട്, മര്യാദയ്ക്കാണ് പോകുന്നത്. നടക്കുക ഓരോരോന്ന് വലിയ ഇതുപോലെ ഇങ്ങനെ രോഗം. ഒരു നാർസിസിസ്റ്റിന് അർജുൻ എന്ന് പറയുന്ന ഒരു നാർസിസിസ്റ്റ്, അവന് ഭയങ്കര രോഗമായിട്ട് അവന് ഭയങ്കര ക്രിമികടി അങ്ങ് കൂടി നടക്കുക. അവൻ വിചാരിക്കുന്ന അവന് കമൻറ്റ് ഇവൻ്റെ എടാ നീ എന്ത് കമൻറ്റ് ഇട്ടാലും നമ്മൾ നിന്നെ ഒന്നും എന്താ നിനക്ക് റിപ്ലൈ തരുമെന്ന് വിചാരിക്കണം. നിനക്ക് കഥയുണ്ടാക്കാൻ നിന്നെ ഇങ്ങനെ പറഞ്ഞു വിട്ടിരിക്കുന്നതെന്ന് നമുക്ക് നല്ലപോലെ അറിയാം ഒത്തിരി പേര്. എടാ ഇനി ഏതവൻ പറഞ്ഞു വിട്ടില്ലേലും ഞങ്ങൾക്ക് കമൻറ്റിൽ റിപ്ലൈ തരേണ്ട കാര്യമില്ല. അതിന് ഇരിക്കുകയല്ല ഞാൻ. മനസ്സിലായില്ലയോ? നീ നിൻ്റെ കാര്യം വല്ലതും നോക്കണം പോയി.